സാർ വ്യാഴാഴ്ച ടെസ്റ്റ് പറഞ്ഞു. വ്യാഴാഴ്ച ആ ഇപ്പൊ നോർമലായി, പ്രശ്നമില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ചെയ്തോ? തന്നിട്ടില്ലല്ലോ. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്തു. ഇത് ചെയ്തിട്ടില്ലേ? ചെയ്തോ? എത്ര കിട്ടിയ? ഇല്ല, ഇത് ചെയ്തില്ല. ക്ലാസ് ചെയ്തിട്ടുള്ള compare the weight, strength, stiffness of a hollow shaft of same external diameter as that of solid shaft. The inside diameter of the hollow shaft being 0.6 times external diameter. ചെയ്തോ? ചെയ്തിട്ടുണ്ടോ? ഇത് സാറ് എന്തോ അയച്ചായിരുന്നല്ലേ പറഞ്ഞേ? ഇതെപ്പോ എഴുതിയതാ? ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഇല്ലാലോ. അതെന്നാന്ന് പെട്ടെന്ന് ചെയ്യും. ജലാലുദ്ദീൻ ഭാഗത്തുനിന്ന് കുറെ പ്രോബ്ലം ചെയ്യണം എന്ന് പറഞ്ഞു ലാസ്റ്റ്. അത് ഞാൻ അതിന്റെ എഴുതിയിട്ട് വന്നല്ലോ. അഡീഷണൽ പ്രോബ്ലം അല്ലേ? അല്ല അത് പിന്നെ അത് നിങ്ങളോട് ചെയ്തു നോക്കാൻ ഞാൻ പറഞ്ഞു. മറ്റേ ലാസ്റ്റ് ഡാറ്റാ ബുക്കിൽ ആ ഡയമീറ്റർ കണ്ടെത്തേണ്ട ആ സിംഗിൾ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, അതെല്ലാം ഡയറക്റ്റ് പ്രോബ്ലം ആണ്. അല്ലാതെ അതും ഈ പ്രോബ്ലം നിങ്ങൾ ഇത് പെട്ടെന്ന് നോട്ട് ചെയ്തോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോബ്ലം ആണ്. കഴിഞ്ഞ സപ്ലിമെന്ററിയിലും ആദ്യത്തെ എക്സാമിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. മാർക്കറ്റ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അത് ഫസ്റ്റ് പാർട്ട് ഒന്ന് വെയിറ്റിന്റെ റേഷ്യോ ഒന്ന് എങ്ങനെ കാണും, അതിന്റെ ലോജിക് ഒന്ന് പറ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ കപ്ലിംഗ് തുടങ്ങേണ്ടതാണ്. ഓക്കെ, വായിച്ചില്ലേ? കമ്പയർ ദ വെയിറ്റ്, സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് എ ഹോളോ ഷാഫ്റ്റ് ഓഫ് സെയിം എക്സ്റ്റേണൽ ഡയമീറ്റർ ആസ് ദാറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്. ദ ഇൻസൈഡ് ഡയമീറ്റർ, അവിടെ തന്നൊരു ഹിന്റ്, രണ്ട് ഹിന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന്, ദ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ഡി ഐ is equal to 0.6 times DO, outside diameter. Both shaft are made up of same material and length. Okay, length same ആണ്, മെറ്റീരിയൽ സെയിം ആണ്. സെയിം ആണ്. നമ്മൾ തന്ന കാര്യം പ്ലസ് ഒരു കാര്യം കൂടെ ഉണ്ട്, കമ്പയർ ദ വെയിറ്റ് സ്ട്രെങ്ത് ഓഫ് സെയിം എക്സ്റ്റേണൽ. ഓക്കെ, എക്സ്റ്റേണൽ ഡയമീറ്റർ ഇസ് സെയിം. DO is nothing but D for solid shaft. ഇത്രയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ how will you compare the weight of hollow shaft of same external with that of hollow shaft? നമ്മള് എങ്ങനെ വെയിറ്റ് എടുക്കാൻ വേണ്ടിട്ട് മറ്റേ ഇക്വേഷൻ ഇല്ലേ നമ്മള് ലാസ്റ്റ് ചെയ്ത് വെച്ച കെ വരുന്നത്, കെ റേസ്റ്റ് 4 വരും. അതെടുത്തിട്ട് വെയിറ്റ് എങ്ങനെ, അത് നമ്മളെങ്ങനെ വെയിറ്റ് എന്നുള്ളൊരു പിന്നെ ഇതിനെങ്ങനെ നമ്മളിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും? നമ്മളിവിടെ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്, നമ്മള് ഒരു സോളിഡ് ഷാഫ്റ്റ് മാറ്റിയിട്ട് ഒരു സോളിഡ് ഷാഫ്റ്റ് ഒരു പിന്നെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പവർ ഇത്ര ആർപിഎത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സോളിഡ് ഷാഫ്റ്റ് തന്നെ അവിടെ വേണം. നമുക്കൊരു ഹോളോ ഷാഫ്റ്റ് വെച്ചാൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഈ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഹോളോ സോളിഡ് ഷാഫ്റ്റ് മാറ്റിയിട്ട് അതേ ഔട്ടർ ഡയമീറ്റർ വരുന്ന ഒരു ഹോളോ ഷാഫ്റ്റ് ഞാൻ വെക്കുന്നു. സച്ച് ദാറ്റ് ഈ ഡയമീറ്റർ റേഷ്യോ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇൻസൈഡ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 0.6 ടൈംസ് ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. ഓക്കെ, അത്തരത്തിൽ ഞാൻ ഹോളോ ഷാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിൽ എത്രത്തോളം റിഡക്ഷൻ ഉണ്ടാവും, അതുപോലെ അങ്ങനെയാണെങ്കിൽ തന്നെ സ്ട്രെങ്ത് എത്രത്തോളം മെച്ചപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം കുറയും. ഓക്കെ, എത്രത്തോളം സ്ട്രെങ്ത് കിട്ടും, അതുപോലെ തന്നെ എത്രത്തോളം സ്റ്റിഫ്നെസ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഹോളോ ഷാഫ്റ്റ് ആണ് വെക്കുന്നെങ്കിൽ.
റൈറ്റ്. അതേപോലെ സ്ട്രെങ്ത്തിലും സ്റ്റിഫ്നെസ്സിലും എത്രത്തോളം റിഡക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം ബെറ്റർ ആവും എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ വെയിറ്റിന്റെ കമ്പാരിസൺ നമ്മൾ എങ്ങനെ എടുക്കും? നമുക്ക് എന്ത് ഇക്വേഷൻ വെച്ചിട്ട്? കാരണം ഫസ്റ്റ് കാര്യം ഞാൻ പറയാം, ആദ്യത്തെ കാര്യം പറയാം. ഫസ്റ്റ് കാര്യം കാണേണ്ടത് കമ്പയർ ദ വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് എന്ന് വെച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ആണ് കണ്ടെത്തുന്നത്. ഇതെങ്ങനെ കണ്ടെത്തും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ്? എങ്ങനെ കാണാം? എന്താണ് ഇക്വേഷൻ? മെറ്റീരിയലിന്റെ കണ്ടുപിടിച്ചപ്പോ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്, മറ്റേ ഫീൽഡ് സ്ട്രെങ്ത്, സ്ട്രെങ്ത്തും വെയിറ്റും തമ്മിൽ ബന്ധമുണ്ടോ? ടോർക്കും വെയിറ്റും തമ്മിൽ ബന്ധമുണ്ടോ? ആലോചിക്ക്. ഇത് നിങ്ങൾ എടുക്കുന്നതിന് എനിക്ക് ഉത്തരവാണോ? ഞാൻ ആലോചിക്കും. ടെൻഷൻ T1 T2 വെയിറ്റ് അല്ലേ? കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു. പിന്നെ ആ പുള്ളി വരുമ്പോ നമ്മള് T1 + T2 എടുക്കുമ്പോ കിട്ടില്ല വെയിറ്റ്. അത് ടെൻഷൻ വരുമ്പോ ഇവിടെ നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഷാഫ്റ്റ് ഉണ്ട്. ഒരു സോളിഡ് ഷാഫ്റ്റ് ഉണ്ട്, ഒരു ഹോളോ ഷാഫ്റ്റും ഉണ്ട് കയ്യിൽ. ഔട്ട് സൈഡ് ഡയമീറ്റർ ഒക്കെ സെയിം ആണ്. അപ്പോൾ ആ സോളിഡ് ഷാഫ്റ്റ് മാറ്റിയിട്ട് ഹോളോ ഷാഫ്റ്റ് വെക്കുകയാണെങ്കിൽ ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ സെയിം ടോർക്ക്, ഓക്കെ, മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള വെയിറ്റ് എത്രത്തോളം വെയിറ്റ് റിഡക്ഷൻ നടക്കും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് വെയിറ്റ് ഹോളോ ഷാഫ്റ്റ് ടു സോളിഡ് ഷാഫ്റ്റ്. അപ്പൊ എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്, ഞാൻ പറയാം. എനിക്ക് അറിയേണ്ടത് ഈ രണ്ടും എനിക്ക് ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാ? വെയിറ്റ് ഓഫ് ദ സോളിഡും വെയിറ്റ് ഓഫ് ദ ഹോളോ ഷാഫ്റ്റും ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആദ്യം കിട്ടേണ്ട ഒരു കാര്യം വെയിറ്റ് ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് അറിയണം, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടണം. അതുപോലെ സോളിഡ് ഷാഫ്റ്റിന്റെ വെയിറ്റിന്റെ ഒരു എക്സ്പ്രഷൻ കൂടെ കിട്ടണം. ഈ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തും? എന്താണ് ഒരു ഡെൻസിറ്റി, മെറ്റീരിയലിന്റെ ഡെൻസിറ്റി എടുത്തിട്ട് എക്സാക്ട്ലി, അതെ, എക്സാക്ട്ലി, അല്ലെ? മാസ് ബൈ ഡെൻസിറ്റി. എക്സാക്ട്ലി, അതെ, റൈറ്റ്. ഈ ഈ ഇങ്ങനെ ചിന്തിച്ചാലേ ഇവിടെ രക്ഷപ്പെടും, അല്ലെ? കാരണം എന്താ, വെയിറ്റ് എന്ന് വരുമ്പോൾ നമുക്ക് വേറൊരു തരത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചോണ്ട് പോകുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി നമുക്ക് വെയിറ്റ് ആയിട്ട് കണക്ഷൻ വരുന്നില്ല, അല്ലെ? എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ T/J=T/R=G⁻L ആണ്, അല്ലെ? ഇതൊന്നും വെയിറ്റ് വരുന്നില്ല. അപ്പൊ വെയിറ്റ് വരണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം അറിയാവുന്ന, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്, അല്ലെ? വെയിറ്റ് എന്താണ്? ഇൻ ടേംസ് ഓഫ് മെറ്റീരിയലിന്റെ ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് ആ വെയിറ്റിന്റെ കാര്യം പറയാം, അല്ലെ? സോ ദ വെയിറ്റ് ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ശരിയല്ലേ? അല്ലെ? സോ മാസ് എന്താണ്? ഡെൻസിറ്റി ഇൻടു വോളിയം ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് എന്താ പറയുന്നത്? മെറ്റീരിയൽ ഈസ് സെയിം, അല്ലെ? അപ്പൊ ഡെൻസിറ്റി ഈസ് സെയിം രണ്ട് കേസിൽ. എഗെയിൻ ഈ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാ, ലെങ്ത് ഓഫ് ദിസ് വൺ ഈസ് സെയിം. ഓക്കെ, നമുക്ക് നോക്കാം ഞാൻ എങ്ങനെ റെഡ്യൂസ് ചെയ്ത് നോക്കാം. സോ വെയിറ്റ് ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു ദ ഹോളോ divided by mass into acceleration due to gravity of solid shaft ആണ്, right? Or ഞാൻ മാറ്റി എഴുതാണ്, density into volume into g of hollow shaft divided by density into volume into g of solid shaft. Fine. കഴിഞ്ഞില്ല. ഇപ്പൊ വോളിയം കാണണം. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഈ ഡെൻസിറ്റിയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ട് ക്യാൻസൽ ആയി പോകും, അല്ലെ? സോ ഇൻ ഷോർട്ട് ഇത് എന്താവും? വോളിയം ഓഫ് ഹോളോ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ഷാഫ്റ്റിലേക്ക് എത്തും. എഗെയിൻ വോളിയം കണ്ടെത്താൻ എന്റെ കയ്യിൽ ഇവിടെ ഒന്നുമില്ല, അല്ലെ? ഇനി ഇതിനെ ഞാൻ എങ്ങനെ മാറ്റും? ഈ ഒരു വെയിറ്റിന്റെ ഇക്വേഷൻ ഇപ്പൊ എന്തായി? വോളിയത്തിന്റെ ഇക്വേഷൻ ആയിട്ട് മാറി, റൈറ്റ്? ഡയമീറ്റർ ഉണ്ടല്ലോ, ഡയമീറ്റർ ഉണ്ട്, പിന്നെ ലെങ്ത് സെയിം ആണെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എനിക്ക് ഇനി ഒന്നുകൂടെ മാറ്റാം. എന്താ? വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ into length ആണ് of hollow shaft divided by area of cross section into length of solid shaft ആണ്. Again your length and length will get cancelled. Okay, therefore your weight of the hollow shaft to weight of the solid shaft equation will reduce to area of hollow shaft by area of solid shaft. Okay, ഇനി ചെയ്തൂടെ? ഡയമീറ്റർ തന്നിട്ടുണ്ട്, അല്ലെ? ഹോളോ ഷാഫ്റ്റിന്റെ ഏരിയന്റെ ഇക്വേഷൻ അറിയാം, സോളിഡ് ഷാഫ്റ്റിന്റെ ഏരിയന്റെ ഇക്വേഷൻ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദ റേഷ്യോ. ദാറ്റ്സ് ഇറ്റ്. ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ.
റേഷ്യോ വരുന്ന തരത്തിലാക്കിയിട്ട് ചെയ്യാൻ DI/DO എന്നുള്ള രീതിയിലായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അതിന്റെ റേഷ്യോ കിട്ടണമെന്നാണ് ആ വാല്യൂ. പോയിന്റ് 4 0.4 അല്ലല്ലോ. ഇങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കിയാ. കിട്ടിയോ? ആർക്കും കിട്ടിയോ? 0.36 6-4 64 ആണ്, 36 അല്ല. എല്ലാരും കിട്ടിയോ? അങ്ങനെ പ്രശ്നമുണ്ടോ? പിന്നെ ചെയ്യാവുന്നില്ല. കിട്ടാണ്. ഓക്കെ, അത് ബാക്കി തീർക്കാം. ഓക്കെ, സോ ഏരിയ ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ π/4 d(O square minus di square divided by π/4 d square അല്ലേ? റൈറ്റ്. ഇതില് യുവർ DO is equal to D ആണ്. റൈറ്റ്, നമുക്ക് ഇങ്ങനെ പറയാം. സോ ദാറ്റ് is equal to π/4 d square minus di square divided by π/4 d square അല്ലേ? π/4 പോകും. റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 1 minus di/do the whole square എന്ന് കിട്ടും. DO അല്ലെങ്കിൽ D അല്ലെ? di/do എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 0.6 ആണ്. റൈറ്റ്, സോ ദാറ്റ് is equal to 1 minus 0.6 the whole square which is equal to 0.6. Okay, so that means നമുക്ക് ഇങ്ങനെ പറയാം, weight of the hollow shaft will be equal to 0.64 times weight of the solid shaft. Right, so your weight അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഇൻഫർ ചെയ്യാം. So weight of the hollow shaft will reduce by 36%. Sorry, solid shaft weight of the solid shaft will reduce by 36% when we are using a hollow shaft instead of a solid shaft. Like weight of the hollow shaft is equal to 64% of weight of hollow shaft is equal to 64% of weight of solid shaft. Okay, ഈ ഒരു ഡയമീറ്ററുള്ള സോളിഡ് ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോളോ ഷാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് 60 സോളിഡ് ഷാഫ്റ്റിന്റെ 64% കുറഞ്ഞു, ഇത്രയും കുറവ് കിട്ടും. ഇനി അതെങ്ങനെ സ്ട്രെങ്തിനെ എഫക്ട് ചെയ്യും, അതെങ്ങനെ സ്റ്റിഫ്നെസ്സിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ.
സോ സ്ട്രെങ്ത് ഇനി എങ്ങനെ കണ്ടെടുക്കാം? സ്ട്രെങ്ത് ഓഫ് ദിസ് വൺ എങ്ങനെ കാണാം പറഞ്ഞോ? സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ്. ഇതുപോലെ എന്ത് രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യും? എന്തൊക്കെയായിരിക്കും രണ്ട് പാരാമീറ്റേഴ്സ്? ഇത് ടോർക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ട്രെങ്ത് എന്തായിരിക്കും? ജനറൽ ഇക്വേഷൻ കൊടുത്തപ്പോ ഏത് ഇക്വേഷൻ? മറ്റേ π/32 d സ്ക്വയർ ഇതില്ലേ ആ k raised യെസ് to യെസ് യെസ്, അതായാലും മതി, അങ്ങനെ ഏതായാലും മതി. 5/32 അല്ല 5/16 ടോ ഡി ക്യൂബ് അല്ലെ അത് ഉദ്ദേശിച്ചത്, റൈറ്റ്. സോ ഇവിടെ ബൈ ദ സ്ട്രെങ്ത് ഇവിടെ നമ്മൾ മീൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് എ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഹോളോ ഷാഫ്റ്റ് ആൻഡ് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ സോളിഡ് ഷാഫ്റ്റ്. അത് ഇപ്പോൾ വൈഷ്ണവ് പറഞ്ഞ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജനറലൈസ്ഡ് ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം, T/J=τ/R അല്ല ഇക്വേഷൻ വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. ബട്ട് അൾട്ടിമേറ്റ് നമുക്ക് ഇതന്നെ കിട്ടും. സോ സ്ട്രെങ്ത് ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ഈസ് നത്തിങ് ബട്ട് 5/16 ടോ d cube into 1 minus k to the power 4 divided by 5/16 ടോ d cube എന്ന് കിട്ടും അല്ലേ? Right. So diameter is same, external diameter is same. You can reduce that and find the value of that. Okay. So that's it. അത് ചെയ്ത് നോക്കിയാൽ മതി. ഡയറക്റ്റ് ആ 1 minus k to the power 4 ചെയ്യാനുള്ളൂ, ബാക്കിയുള്ളത് ക്യാൻസൽ ആയി പോകും. സമയങ്ങൾ ഇതില്ല. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വൺ, ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ എന്താ? ടു ഫൈൻഡ് ദ സ്റ്റിഫ്നെസ് അല്ലെ, റേഷ്യോ ഓഫ് സ്റ്റിഫ്നെസ്. എന്തായിരിക്കും സ്റ്റിഫ്നെസ്? എന്താണ് ഇവിടുത്തെ stiffness of shaft? Ratio of stiffness of shaft. So what is stiffness? ഈ ഒരു കേസ് എന്താണ് സ്റ്റിഫ്നെസ്? ഒരുപാട് സ്റ്റിഫ്നെസ് കേട്ടിട്ടുണ്ട്. എന്താണ് ബേസിക്കലി സ്റ്റിഫ്നെസ്? എങ്ങനെ ഡിഫൈൻ ചെയ്യാം സ്റ്റിഫ്നെസ്? റൊട്ടേഷൻ റെസിസ്റ്റ് ചെയ്യുന്നില്ല. യെസ്, പക്ഷേ സ്റ്റിഫ്നെസ് നമുക്ക് എക്സാക്ട് ആയിട്ട് പറയണമെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടോർക്ക്. കാരണം ഇവിടെ ടോർക്കാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു കേസിൽ സ്റ്റിഫ്നെസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ടോർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ ഷാഫ്റ്റ് ബൈ എൻ യൂണിറ്റ് ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ യൂണിറ്റ് ഒരു തീറ്റ യൂണിറ്റ് വാല്യൂ വരുന്ന സ്ഥലത്തെ ഒരു തീറ്റ യൂണിറ്റ് ഡിഗ്രി റൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടോർക്കാണ് എന്ത് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് എന്ന് വെച്ചാൽ അത്രയും റെസിസ്റ്റൻസ് ആണ് അത് ഓഫർ ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി യുവർ സ്റ്റിഫ്നെസ് ഈസ് നത്തിങ് ബട്ട് torque by theta of hollow shaft divided by torque by theta of solid shaft. Right. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണണമെങ്കിൽ തീറ്റ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം? സോ T/J is equal to τ/R is equal to G theta by L ആണ്. Again, now if you rearrange this, T/theta is nothing but Gj by L. Right. So that means all you have to find is Gj by L of hollow shaft by Gj by L of solid shaft. ഇതാണ് ലോജിക്ക്. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ലെങ്ത് ഒക്കെ ക്യാൻസൽ ആയി പോകും. അതുപോലെ രണ്ട് പോളർ മൗണ്ട് ഓഫ് ഇനർഷ്യ വരും. Gg സെയിം മെറ്റീരിയൽ ആണ്, Gg ക്യാൻസൽ ആയി പോകും. സോ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് is polar moment of inertia of hollow shaft by polar moment of inertia of solid shaft. Find the ratio of these two and find the value. That's it. ചെയ്യില്ലേ? ഇപ്പൊ ഇതൊരു കാര്യം ചെയ്യാം, നിങ്ങളെ അടുത്ത അസൈൻമെന്റ് ക്വസ്റ്റൻ ആക്കി എടുക്കാം. ഓക്കെ, എത്രത്തോളം ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കുക. ഇത് കൂടാതെ ഒരു 2 ക്വസ്റ്റൻ കൂടെ ഞാൻ തരാം. ഇതിൽ തന്നെ ഷെയർ ചെയ്ത് തരാം. റൈറ്റ്, അതായിരിക്കും അങ്ങനെ 5th അസൈൻമെന്റ് വരാം. റൈറ്റ്, അപ്പൊ ഇത് സോൾവ് ചെയ്ത് തന്നെ 5th അസൈൻമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ. ഓക്കെ, ഈ വീക്കെൻഡിനുള്ളിൽ ചെയ്ത് വെച്ചാൽ ഫൈൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ മറ്റേ അഡീഷണൽ ക്വസ്റ്റൻ എന്ന് പറഞ്ഞത് ഡയറക്റ്റ് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് കൂടെ തരാം. അതാണ് ഇതിലെ ലാസ്റ്റ് ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റൻസ്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അത് ചെയ്യില്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് പ്രശ്നമുണ്ടോ? ഇത് ലോജിക്ക് മനസ്സിലാകുന്ന ഇഷ്യൂ ഉണ്ട്. ഇത് ചോദിക്കും. ഇത് കാണുന്നൊരു ക്വസ്റ്റൻ ആണ് ഈ പറഞ്ഞത്. ഈ റേഷ്യോ എടുത്താൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിലിപ്പോ പറയണം. എനിവൺ, ആർക്കെങ്കിലും? ഉണ്ടോ? ആ, ഒന്ന് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അത് ഓക്കെ. കാർത്തിക് ഉണ്ടോടാ? കാർത്തിക്
കാർത്തിക് ഒന്ന് കറക്റ്റ് പേരെന്നായിട്ട് വിളിക്കണം. കാർത്തികേയ. ഇല്ല. കാർത്തിക്. ഇവിടെ ഇവനില്ലേ? കാർത്തികിനെ ഇപ്പം വിളിക്കുന്നതിനൊരു കാരണമുണ്ട്. വിളിക്കണത് ആകാശ്. 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 അല്ല. ഓക്കെ. അല്ല, കാർത്തികിനെ വിളിച്ചിട്ട് ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ അവനോട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താണ് നിങ്ങളുടെ വൈവേന്റെ ടൈമിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അവനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് ഇടൂ പറഞ്ഞു. പിന്നെ അവനോട് പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, 1 ലിറ്റർ എണ്ണക്കാണോ 1 ലിറ്റർ വെള്ളത്തിനാണോ കൂടുതൽ വെയിറ്റ്? 1 ലിറ്റർ കോക്കനട്ട് ഓയിലിനാണോ കൂടുതൽ വെയിറ്റ്, അല്ല 1 ലിറ്റർ വെള്ളത്തിനാണോ കൂടുതൽ? ഏതിനായിരിക്കും? ആർക്കാണെങ്കിൽ മറുപടി പറയാം. അതിന്റെ ഉത്തരം ഇപ്പൊ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാൻ തന്നെ. ഏതായിരിക്കും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക? പറഞ്ഞു. 1 ലിറ്റർ വെളിച്ചെണ്ണക്കായിരിക്കും. ഏതാണ്? 1 ലിറ്റർ കറക്റ്റ്. 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 ലിറ്റർ വെള്ളം, ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റ്? 1 ലിറ്റർ വെച്ചാൽ 1 കിലോഗ്രാമിനല്ലേ? വെയിറ്റും കണക്കിന് 1 ലിറ്റർ വെച്ചാൽ 1 കിലോഗ്രാം. അതെ. സാർ വെളിച്ചെണ്ണ അതിന് മറ്റേ ഡെൻസിറ്റി എന്തോ കൂടുതൽ കുറവാണെന്ന് വ്യത്യാസമില്ലേ? എങ്ങനെ കേട്ടില്ല, ഒന്നുകൂടെ പറ. എന്താ നീല ഒന്നുകൂടെ പറയാം. വെള്ളത്തിനായിരിക്കും വെയിറ്റ് കൂടുതൽ? അല്ല സാർ, വെളിച്ചെണ്ണൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാ? എനിക്ക് ഉത്തരം അറിയണം. വെറുതെ പറഞ്ഞാ 1 കിലോഗ്രാം 1 ലിറ്റർ ഒന്നല്ലേ? വെയിറ്റ് വെച്ച കിലോഗ്രാംസ് കണക്കല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കും. 1 ലിറ്റർ 1 കിലോഗ്രാം സെയിം അല്ലേ? ഒന്നും സാറ്റിസ്ഫാക്ടറി അല്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതായിരിക്കും. ഒന്നുകൂടെ ആലോചിച്ചു. നമ്മള് മേടിക്കുമ്പോൾ വെളിച്ചെണ്ണക്ക് പൈസ കൂടുതൽ കൊടുക്കണ്ടേ കിലോഗ്രാം? ഓയില് മേലെ വാട്ടർ താഴെയുണ്ടാവും, താഴെയുള്ള വെയിറ്റ് ചെയ്യും. ലോജിക്കലി ഫൈൻ. വോളിയം ഡെൻസിറ്റി മാസ് അങ്ങനെ എടുക്കാനാ? അങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഏതിനാ ഡെൻസിറ്റി കൂടുതലെന്ന് ആലോചിച്ച് നോക്കിയേ. ഡെൻസിറ്റി കൂടുതൽ വെളിച്ചെണ്ണക്കല്ലേ? ആണോ? ഡെൻസിറ്റി വെള്ളത്തിനല്ലേ? വെള്ളല്ലേ താഴെ നിൽക്കുന്നു. ഇപ്പത്തെ ഡെൻസിറ്റി കൂടുതലല്ലേ താഴെ പോവാ? മഞ്ഞുകട്ടൊക്കെ ഡെൻസിറ്റി കുറവാണല്ലോ പൊന്തിക്കുന്നത്. അപ്പൊ വെളിച്ചെണ്ണക്കല്ലേ കുറവ്? വെള്ളത്തിന് കൂടുതൽ. വെള്ളത്തിനുള്ള വെയിറ്റ് കൂടുതലേ. വെള്ളത്തിനായിരിക്കില്ലേ കൂടുതൽ അല്ലെ? വെള്ളത്തിനായിരിക്കില്ലേ കൂടുതൽ വെയിറ്റ് വരാം. എങ്ങനെയാ ആലോചിക്കുക? സെയിം സാധനം തന്നെ. എന്താ? വെയിറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു അല്ലെ? ഡെൻസിറ്റി റോ വി അല്ലെ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം, റൈറ്റ്? അപ്പോ വോളിയം ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും 1 ലിറ്റർ വോളിയം സെയിം ആണ്. പിന്നെ എന്താണ് അതിന്റെ വെയിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ? അതിന്റെ അല്ലെങ്കിൽ മാസ് സിക്കൽ ടു വോളിയമിന്റെ ഡെൻസിറ്റി. ഞാൻ ആക്സലറേഷൻ ടു ഗ്രാവിറ്റിയും കൺസിഡർ ചെയ്യാതെ പറഞ്ഞ അല്ലെ? റോ വി വരുമ്പോൾ വോളിയം രണ്ടും സെയിം ആണ്, 1 ലിറ്റർ ആണ്. അപ്പൊ ഏതിനായിരിക്കും മാസ് കൂടുതൽ വരിക? മാസ് കൂടുതൽ വരുന്ന ഏതിനായിരിക്കും? ഡെൻസിറ്റി ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും കൂടുതൽ മാസ് വരിക. അപ്പൊ ഏതിനാ ഡെൻസിറ്റി കൂടുതൽ എന്ന് പറയാൻ എന്ത് മതി? എന്താ നമ്മുടെ നിഖില് പറഞ്ഞ പോലെ തന്നെ ഡെൻസിറ്റി കൂടിയ സാധനമാണ് അടിയിലേക്ക് പോവാ അല്ലെ? വാട്ടറിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന ആണെന്ന് മനസ്സിലാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഡെൻസിറ്റി ഓഫ് ഓയിൽ ഇസ് ലോവർ ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ, റൈറ്റ്? ഡെൻസിറ്റി വിസ്കോസിറ്റി ഒന്നായി പോയത്. ഡെൻസിറ്റി വിസ്കോസിറ്റി
നന്നായി പോയി. മാറിപ്പോയതാ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ പ്രോബ്ലം പറഞ്ഞാൽ പറഞ്ഞേ. എന്തായാലും കാർത്തിക് കുട്ടൻ നേടിയില്ല, നന്നായി അല്ലേ? ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞേ പീടിയെല്ലാം ഇങ്ങനെ പോയിട്ട് രണ്ടും കൂടെ തൂക്കി നോക്കിയിട്ടെല്ലാം വരണം. ഓക്കെ, അപ്പൊ ശരി. അതെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ട് ഷാഫ്റ്റ് ഡിസൈനിന്റെ കേസിൽ വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ആ ഡിഫറെന്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇതും കൂടെ ഉള്ളത് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ സ്പീഡ്. ഓക്കെ, ആ ക്രിട്ടിക്കൽ സ്പീഡിനും കൂടെ ഒരു പ്രോബ്ലം ഞാൻ തരാം. അതും ഡയറക്റ്റ് ഇക്വേഷന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു എന്താ പറയുക, ഒരു 5 മാർക്ക് 6 മാർക്കിന് വരെയുള്ള മോഡൽ പ്രോബ്ലം മാത്രമേ ഇത് വരുന്നുള്ളൂ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മെയിൻ ആയിട്ട് ചെയ്ത സാധനങ്ങൾ 2 പുള്ളി സിസ്റ്റം, അതേപോലെ ഒരു പുള്ളി ആൻഡ് ഗിയർ സിസ്റ്റം, പിന്നെ 2 ഗിയർ സിസ്റ്റം വരുന്ന കേസ്. ഓക്കെ, കാരണം അത് സിംഗിൾ ക്വസ്റ്റ്യൻ തന്നെ 15 to 16 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. അത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. സോ ബി തറോ വിത്ത് ഇറ്റ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൽ ഗിയറിന്റെ കേസാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്, അതിന്റെ ഡയറക്ഷൻ എടുക്കുന്ന കേസ്. അത് നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് പ്രോബ്ലം, അത് നമുക്ക് ആ കേസ് നമുക്ക് 2 തരത്തിലും എടുക്കായിരുന്നു. ഇനിഷ്യലി വെർട്ടിക്കൽ ആയാലും, അപ്പൊ ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും, വെർട്ടിക്കൽ ആയാലും ഡൗൺവേർഡ്സ് ആയാലും അപ്വേർഡ് ആയാലും എടുത്തിട്ട് ചെയ്യാമായിരുന്നു. കാരണം ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കാരണം ടാൻജൻഷ്യൽ ഫോഴ്സസ് ആക്ടിങ് ഡൗൺവേർഡ്സ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ നമ്മൾ ഒരാളത് കൺസീവ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ബേസിക്കലി വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ 2 ഗിയറിന്റെ കേസ് ചെയ്തപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ ആയിരിക്കും അത് വരും. ഓക്കെ, നമുക്ക് ഇനീഷ്യലി ഡയറക്ഷൻ അസ്യൂം ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ എടുക്കുക, എന്നിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമൊക്കെ പ്ലോട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. മൂന്ന് ടൈപ്പ് ഓഫ് 3 കാറ്റഗറി പ്രോബ്ലംസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതുപോലുള്ള ഇപ്പൊ നമ്മൾ ചെയ്ത ടൈപ്പ് പ്രോബ്ലം, അപ്പൊ അത് നോക്കി ഇതിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടൊന്നും വരുന്നത്, ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക, ഇതിന്റെ ലോജിക്ക് നോക്കി വെക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ഡയമീറ്റർ കണ്ടത്, അപ്പൊ അതൊക്കെ ഒരു ചെറിയ 5 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ 3 ടൈപ്പ് ഞാൻ പ്രോബ്ലം അസൈൻമെന്റ് തരാം, അത് ചെയ്ത് നോക്കുക. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഡാറ്റാ ബുക്കിൽ ആ ഇക്വേഷനോട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആൽഫ വാല്യൂ അതിൽ ഡാറ്റാ ബുക്കിലുണ്ട്, നോക്കിയിട്ട് എങ്ങനെ കാണണം എന്നുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീർക്കുക, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു മൊഡ്യൂളിൽ ബാക്കി വരുന്ന ഒരു സാധനം കപ്ലിംഗ് ആണ്, ഡിസൈൻ ഓഫ് കപ്ലിങ്സ്. ഓക്കെ, അപ്പോ കപ്ലിങ്ങിന്റെ കേസിൽ നമ്മുടെ PhD ഡാറ്റാ ബുക്ക് പോരാ. PhD ഡാറ്റാ ബുക്ക് വളരെ കുറച്ച് ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് മഹാദേവന്റെ ഡാറ്റാ ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. കപ്ലിങ്ങിന്റെ കേസ് ആയാലും അതേപോലെ നമ്മൾ മറ്റേ നക്കിൾ ജോയിന്റ് ഒക്കെ അവിടെ ഉണ്ട് അല്ലെ, അതിന്റെ കേസിൽ നമുക്ക് മഹാദേവന്റെ ഡാറ്റാ ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഞാനത് നിങ്ങൾക്ക് പിന്നെ ലിൻവേസിൽ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, എന്ന് വെച്ചാൽ ഡാറ്റാ ബുക്ക് വാങ്ങണം എന്നുള്ളതല്ല, വൈഷ്ണവിന്റെ കണ്ണും തള്ളി വരണ്ട. പിന്നെ ആ ഡാറ്റാ ബുക്കിന്റെ പേജ്, അതെ, എക്സാമിന് എന്താ വേണമെന്ന് വെച്ചാൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. കാരണം അതിൽ നമുക്ക് വളരെ കുറച്ച് പേജുകളെ ആവശ്യമുള്ളൂ, ഒരു 10 or 12 പേജ് മാത്രമേ നമുക്ക് ടോട്ടൽ ഇതിൽ മഹാദേവന്റെ ഡാറ്റാ ബുക്ക് നമുക്ക് ആവശ്യമുള്ളൂ. മഹാദേവന്റെ ഡാറ്റാ ബുക്ക് എടുത്തതിൽ ഗുണം എന്ന് വെച്ചാൽ അത് ആ ടോപ്പിക്കുകളുടെ കേസ്, ഓക്കെ, ആ ടോപ്പിക്കുകളുടെ കേസിൽ വളരെ ഓർഡറിൽ തന്നെ കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ PhD തന്നെയാണ് റെഫർ ചെയ്യുക. പിന്നെ ഈ കേസ് മാത്രം അപ്പൊ ഞാൻ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് തരാം. എക്സാമിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, നമ്മുടെ 2 ഡാറ്റാ ബുക്ക് അലൗഡ് ആണ്. ഡാറ്റാ ബുക്ക് ഓൾറെഡി കയ്യിലുള്ളവരെ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. ഈ 10 or 12 പേജ് ഉണ്ടാവില്ല, പ്രിന്റ് ഔട്ട് എടുക്കുക. ഈ പ്രിന്റ് ഔട്ട് കോപ്പി എന്റെ കയ്യിൽ കൊണ്ടു തരണം. അപ്പൊ ഞാനത് അറ്റസ്റ്റ് ചെയ്ത് തരും. അറ്റസ്റ്റഡ് കോപ്പി ആയിട്ട് വേണം നിങ്ങൾ, ഞാൻ സീലും സൈനും ഇട്ട് തരും. അത് വെച്ചിട്ട് അത് മാത്രമേ എക്സാം ഹോളിൽ അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എൻ്റെ കയ്യിൽ സൈൻ വാങ്ങാം. സൈനും ഈച്ച് ആൻഡ് എവരി പേജിൽ സൈനും സീലും വേണം, അത് ഉറപ്പ് വരുത്തണം നിങ്ങൾ തന്നെ. അത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറ്റാം. ഓക്കെ, ശരിക്ക് ഡാറ്റാ ബുക്കിന് വലിയ ആവശ്യം വരുന്നില്ല, അല്ല ശരിക്ക് അത് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, കാരണം അതിന്റെ ഒരു റേഷ്യോ ആണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകും ചെയ്യും. അതുകൊണ്ടാണ് ഡാറ്റാ ബുക്കിന്റെ ആ പേജസ് വെക്കാന്ന് പറയുന്നത്. കാരണം വെക്കാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. സിലബസ് പറഞ്ഞ എല്ലാ ഡാറ്റാ ബുക്കും എക്സാം ഹോളിൽ കയറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ മഹാദേവന്റെ ഡാറ്റാ ബുക്ക് മാത്രം നമ്മൾ എടുക്കായിരുന്നെങ്കിൽ ഇതേപോലെ PhD ചില പേജുകൾ നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നേനെ. അതുപോലെ തന്നെയാണ് വൈസ് വേഴ്സ. ഓക്കെ, അപ്പോ പിന്നെ പേജസ് ഞാൻ അയച്ചു തരാം. തൽക്കാലം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ പേജസ് ഞാൻ അയച്ചു തരാം. ആ പേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കപ്ലിങ്ങിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തീർക്കാം. അതിനുശേഷം നമുക്ക് നാളെ അതിന്റെ ഡീറ്റെയിൽഡ്, നാളെ 2 hour എന്റെ എഡ്യൂക്കേഷൻ ഉണ്ടാവും. നമ്മൾ ഇനീഷ്യൽ ബേസിക് കപ്ലിങ്സിന്റെ കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് എല്ലാം നാളെ തീർക്കും. ഓക്കെ, അപ്പോ okay, see a brief introduction on couplings. Right. Okay, right now
എന്താണ് കപ്ലിംഗ്? നിങ്ങൾക്ക് എന്താണ് അറിയാം കപ്ലിങ്ങിനെ കുറിച്ച്? കാരണം നിങ്ങൾ മെഷീൻ ഡ്രോയിങ്ങിലെല്ലാം വരച്ചിട്ടുണ്ടാവും. മെഷീൻ ഡ്രോയിങ്ങിലും അതേപോലെ പിന്നെ എന്താ സോൾഡ് വർക്സിലൊക്കെ ഇത് വരച്ചിട്ടുണ്ടാവും. കപ്ലിങ്സ് എന്താണ് കപ്ലിംഗ്? വാട്ട് ഈസ് കപ്ലിംഗ്? യെസ്, ഷാഫ്റ്റ് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, രണ്ട് ഷാഫ്റ്റിനെ യൂസ് ചെയ്യാൻ ജോയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആണ് കപ്ലിംഗ്, സിമ്പിൾ ആയിട്ട് പറയുന്നത്. പക്ഷെ അതൊരു കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രോഡ് ടെർമിനോളജി ആണ്. ഓക്കെ, ഈ കപ്ലിംഗിന്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നു നോക്കിയാൽ, couplings are basically, you can definition പറഞ്ഞ പോലെ തന്നെ is attachments whereby shafts are connected to each other, right? Now as I said, it's actually a general terminology. Now if you are using an arrangement to join two pipelines such that it is to increase the length of the pipeline, okay, ടോട്ടൽ പൈപ്പ് ലൈനിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണെങ്കിൽ അതിനാണ് പൈപ്പ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. അതും ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് കപ്ലിംഗ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് കോൾഡ് പൈപ്പ് ജോയിന്റ്സ്. സിമിലർലി എ ക്ലച്ച് ഈസ് ഓൾസോ എ കപ്ലിംഗ്, റൈറ്റ്? കപ്ലിംഗ്സ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ, അത് ക്ലച്ച് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കപ്ലിംഗ് തന്നെയാണ്. ഇറ്റ്സ് എ ടെമ്പററി ടൈപ്പ് ഓഫ് എ കപ്ലിംഗ്, റൈറ്റ്? സോ ബേസിക്കലി you can classify this coupling as two types. One is a permanent coupling and the second one is a temporary coupling, right? Permanent coupling in അണ്ടറിലാണ് എന്തൊക്കെ വരുന്നത്? ഷാഫ്റ്റ് കപ്ലിങ്ങും അതുപോലെ പൈപ്പ് ജോയിന്റ്സും വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇൻ ജനറൽ കപ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടുന്നത് ഷാഫ്റ്റ് കപ്ലിംഗ് മാത്രമാണ്, അല്ലെ? സോ ജനറൽ ആയിട്ട് നമ്മൾ കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നതും ഷാഫ്റ്റ് കപ്ലിംഗിന്റെ കേസിൽ ഷാഫ്റ്റ് കപ്ലിംഗിനാണ് ജനറലായി നമ്മൾ നോർമൽ വെറുതെ കപ്ലിംഗ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് കപ്ലിംഗിനാണ്, അല്ലെ? സിമിലർലി അതിന്റെ ഒരു വകഭേദം തന്നെയാണ് എന്താണ് പൈപ്പ് ജോയിന്റ്സും അതുപോലെ ക്ലച്ചസ് ഒക്കെ പറയുന്നത് ടൈപ്പ് ഓഫ് കപ്ലിംഗ്സ്, റൈറ്റ്? Now again, so what is this basic difference between permanent coupling and temporary coupling എന്ന് ചോദിച്ചാൽ, നമ്മളെ റിവറ്റിന്റെ കേസിൽ എങ്ങനെയാണ് ഒരു പെർമനന്റ് ഫാസ്റ്റനർ ആൻഡ് ടെമ്പററി ഫാസ്റ്റനർ ഡിഫൈൻ ചെയ്തത്, അതുപോലെ തന്നെയാണ് ഫോർ ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ പെർമനന്റ് കപ്ലിംഗിന്റെ കേസിൽ യു ഹാവ് ടു റിമൂവ് ദ നട്ട് ആൻഡ് ബോൾട്ട് ആൻഡ് എവറിഥിങ് ആൻഡ് ദെൻ യു നീഡ് ടു remove that. Okay, but in the case of temporary couplings, it can be easily removed. Very good example is your clutch, അല്ലെ? കാരണം അതിനെ എൻഗേജ് ചെയ്യാം, ഡിസ്എൻഗേജ് ചെയ്യാം. നേരെ മറിച്ച് ഒരു പൈപ്പ് ജോയിന്റ് ആയാലും ഷാഫ്റ്റ് കപ്ലിംഗ് ആയാലും അതിനെ ഓരോ പാർട്ട് ബൈ പാർട്ട് അതിനെ ഊരി മാറ്റിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് ടൈപ്പ് is called a permanent coupling, second type is the temporary coupling, right? Now in permanent coupling you can classify the shaft coupling. So we are basically interested with the shaft coupling. Pipe joints interested alla, we are only looking into the topic of shaft coupling. Okay, so this shaft coupling, it can also be classified into two main categories. One is the rigid coupling, രണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പെർമനന്റ്. ഒന്ന് ഷാഫ്റ്റ് കപ്ലിങ്ങിനെ, ഒന്ന് റിജിഡ് കപ്ലിങ്ങും. സെക്കൻഡ് വൺ ഈസ് ഫ്ലെക്സിബിൾ കപ്ലിങ്ങും. ഓക്കെ, റിജിഡും ഫ്ലെക്സിബിളും, റൈറ്റ്? സോ എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, റിജിഡ് കപ്ലിങ്ങിന്റെ കേസിൽ ഒരു ലീനിയർ മോഷൻ ട്രാൻസ്മിഷൻ, വേറൊരു ആംഗുലർ ഡയറക്ഷനിലേക്കൊന്നും പറ്റില്ല. So simply you can define this as used to connect two shafts which are perfectly aligned. എന്ന് വെച്ചാൽ axially arranged അല്ലെങ്കിൽ vertically aligned ആയിട്ടുള്ള കേസിൽ മാത്രം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കപ്ലിംഗിനാണ് നമ്മൾ റിജിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇതിൽ തന്നെ മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. വൺ ഇസ് സ്ലീവ് ഓർ മഫ് കപ്ലിംഗ്, ക്ലാമ്പ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ആൻഡ് ഫ്ലേഞ്ച് കപ്ലിംഗ്, റൈറ്റ്? സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഇതുപോലത്തെയാണ്. ബേസിക് ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്ന കപ്ലിംഗ് ആണ്. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ ഒരു ഹബും ഹബ്, പിന്നെ അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് എ കീ. ഓക്കെ, ഹബ് ആൻഡ് കീ അറേഞ്ച്മെന്റ് ആണ് മെയിൻ ആയിട്ട് അത് വരിക, റൈറ്റ്? ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഷാഫ്റ്റിനെ നടത്തി ഇതിന്റെ അകത്ത് ഒരു ഷാഫ്റ്റിനെ കടത്തി വിട്ടാല് അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു കീ. ഓക്കെ, പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വൺ ബൈ വൺ ആയിട്ട് ഓരോ നിർത്തിന്റെ ഡിസൈൻ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഓരോ പാർട്ടിന്റെയും കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് ഏറ്റവും സിമ്പിൾ ടൈപ്പ് ഓഫ് കപ്ലിംഗ് ആണ്, അല്ലെങ്കിൽ റിജിഡ് കപ്ലിംഗ് ആണ്, മഫ് കപ്ലിംഗ് ഓർ സ്ലീവ് കപ്ലിംഗ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്. ഹിയർ ഓൺലി തിങ് ഈസ് ദാറ്റ് ദിസ് കപ്ലിംഗ് സ്പ്ലിറ്റ് മഫ് എന്ന് പറയുന്നത് രണ്ട് പീസ് ആയിട്ടാണ്, രണ്ട് പീസിന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് കപ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. ഇതും അഗെയിൻ ദിസ് ഈസ് ഓൾസോ കണക്റ്റഡ് യൂസിങ് എ കീ ആൻഡ് നോട്ട്, റൈറ്റ്? രണ്ട് പീസസ് ആയിട്ട് ഉണ്ടാവുക, അതിന്റെ നടുക്കാണ് നമ്മൾ ഷാഫ്റ്റിനെ അറേഞ്ച് ചെയ്യുക, റൈറ്റ്? അഗെയിൻ ദ തേർഡ് വൺ ഈസ് ഫ്ലേഞ്ച് കപ്ലിംഗ്. ഫ്ലേഞ്ച് കപ്ലിംഗ് നിങ്ങൾ ഓൾറെഡി ഇതിന്റെ കൺസ്ട്രക്ഷൻ വരച്ചിട്ടുണ്ടാവും. ഫ്ലേഞ്ച് കപ്ലിംഗിൽ രണ്ട് ഫ്ലേഞ്ചസ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട്, ഇതാണ് ഒരു ഫ്ലേഞ്ച്. ഓക്കെ, ഇതൊരു ഫ്ലേഞ്ച് ആണ്,
സിമിലർലി രണ്ട് ഫ്ലേഞ്ചസ് ഉണ്ടാവും. ആ രണ്ട് ഫ്ലേഞ്ചസ് കൂടെ കണക്ട് ചെയ്തിട്ട് അതിന്റെ അകത്തൂടെയാണ് ഷാഫ്റ്റിനെ കടത്തി വിടുക. അതും ഈ ഷാഫ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഷാഫ്റ്റും ഈ ഫ്ലേഞ്ചസ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നതും മീൻസ് യൂസിങ് എ കീ അറേഞ്ച്മെന്റ്. കീ സ്ലോട്ട് ഇട്ടിട്ട് അതിനുള്ള കീ ഇട്ടിട്ടാണ് ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്ലേഞ്ച് കപ്ലിംഗ്. സിമിലർലി യു ഹാവ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. അപ്പോൾ ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, if you want to transfer the torque in some other direction, for example, ഇപ്പോൾ റിജിഡ് കപ്ലിംഗിന്റെ കേസിൽ ഇപ്പൊ രണ്ടും സെയിം അലൈൻമെന്റിലാണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് പറ്റുള്ളൂ, റിജിഡ് കപ്ലിംഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് രണ്ട് ഷാഫ്റ്റ് രണ്ട് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ, ഇതുപോലെ ഒരു 60 ഡിഗ്രി അറേഞ്ച്മെന്റിലാണ് അടുത്ത ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, യു വിൽ ബി യൂസിങ് എ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. വേറൊരു ആംഗിൾ, വേറൊരു ഡയറക്ഷനിലേക്കാണ് അതിന്റെ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ ആ കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. വൺ ഇസ് പുഷ് ടു പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ് ആം കപ്ലിംഗ് ആൻഡ് ഓൾ. ഓക്കെ, സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പുഷ് ടു പിൻ ടൈപ്പ് കപ്ലിംഗ്. നമുക്ക് ഇതിൽ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ് വൺ. സെക്കൻഡ് ടൈപ്പ് ഇസ് യുവർ ഓൾഡ് ആം കപ്ലിംഗ്. കൺസ്ട്രക്ഷൻ ഇസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു മിസ്അലൈൻമെന്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു പിൻ. ഇതില് കറക്റ്റ് ആക്സിയൽ ഡയറക്ഷനിൽ ഇത് ഇവിടെയാണ് ഒരു ഷാഫ്റ്റ് വരുന്നെങ്കിൽ അടുത്തത് is aligned at some distance, right? The third one is a universal coupling. ഇത് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇത് ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും റൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. You can set that angle and then this will rotate in this angle, this will rotate in this angle. Okay, so this type is called a universal coupling. Again, we are also dealing with another one which is called a flexible flange coupling. Okay, design of flexible flange coupling in addition to this one. Okay, so ഇതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് കപ്ലിംഗ്. പറയാം, ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ 1 by 1 ആയിട്ട് ഇൻ ഡീറ്റെയിൽ കാണും. ഓക്കെ, ഇൻ ഡീറ്റെയിൽ ഓരോ കേസ് ബൈ കേസ് നമ്മൾ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അതിനെ ബേസിക്കലി